ദീർഘകാലത്തെ പരീക്ഷണങ്ങളുടെ ഇടയിൽ തന്റെ ബൾബ് പ്രദർശിപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ് നമ്മുടെ തോമസ് ആൽവ എഡിസൺ. അങ്ങനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി തന്റെ ഇത്രയും ദിവസത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ബൾബ് പ്രദർശിപ്പിക്കാനായിട്ട് അദ്ദേഹം ഒരുങ്ങി. പത്രക്കാരുണ്ട്, മറ്റു സഹപ്രവർത്തകരുണ്ട്, എല്ലാവരുമായി പത്രക്കാരുടെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ വെച്ചിട്ട് അദ്ദേഹം ബൾബ് പ്രദർശിപ്പിക്കാനായിട്ട് തന്റെ അസിസ്റ്റന്റായ ഒരു യുവാവിന്റെ കയ്യിൽ ബൾബ് നൽകുകയുണ്ടായി. ആ സമയത്ത് അപ്രത്യക്ഷമായിട്ട് ആ യുവാവിന്റെ കയ്യിൽ നിന്ന് ബൾബ് താഴേക്ക് വീണ് പൊട്ടി. ഇത് കണ്ട എല്ലാവരും ഞെട്ടിത്തരിച്ചു. അപ്പോഴും ശാന്തമായി ആൽവ എഡിസൺ പറയുകയുണ്ടായി, എനിക്ക് ഇന്ന് ഈ ബൾബ് പ്രദർശിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. എനിക്ക് 1 മണിക്കൂർ അല്ല 24 മണിക്കൂർ എനിക്ക് വേണം. 24 മണിക്കൂറിന് ശേഷം ബൾബ് ഞാൻ വീണ്ടും പ്രദർശിപ്പിക്കും. അടുത്ത ദിവസം നമുക്ക് വീണ്ടും ബൾബ് പ്രദർശിപ്പിക്കാം. എല്ലാവരും പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം വീണ്ടും എല്ലാവരെയും കൂട്ടി വരുത്തി പത്രക്കാരുടെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ചിട്ട് ആരുടെ കയ്യിൽ നിന്നാണോ ബൾബ് പൊട്ടിയത് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ആൽവ എഡിസൺ വീണ്ടും ബൾബ് ഏൽപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് ബൾബ് എല്ലാവരും കാണുകയും പ്രദർശിപ്പിച്ചു. സക്സസ് ആവുകയും വിജയകരമായി അതിനെ കത്തിക്കുകയും ചെയ്തു. ആ സമയത്ത് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഒരു പത്രക്കാരൻ വന്ന് തോമസ് ആൽവ എഡിസനോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് വീണ്ടും ആ യുവാവിന്റെ കയ്യിൽ തന്നെ ബൾബ് ഏൽപ്പിച്ചത്? ആ സമയത്ത് തോമസ് ആൽവ എഡിസൺ പറഞ്ഞ ഒരു ഉത്തരം എല്ലാവരെയും ചിന്തിപ്പിച്ചതായിരുന്നു. എനിക്ക് ബൾബ് നിർമ്മിക്കാൻ വെറും 24 മണിക്കൂർ മതി. എന്നാൽ ആ മനുഷ്യന് തന്റെ നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം തിരിച്ചെടുക്കണമെങ്കിൽ 24 വർഷങ്ങൾ എടുത്താൽ പോലും ചിലപ്പം സാധിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഡിമോട്ടിവേറ്റ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ആ ബൾബ് നൽകിയത്. നമുക്കിതിൽ നിന്ന് നല്ല ഉത്തമനായ ഒരു ലീഡർഷിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ലൊരു നേതാവിനെയാണ് നമുക്ക് തോമസ് ആൽവ എഡിസണിലൂടെ കാണാൻ സാധിക്കുന്നത്. നമ്മളും ഇതുപോലെയാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ നേതൃത്വം വഹിക്കുമ്പോൾ കൂടെ ഉണ്ടാകുന്ന ആൾക്കാർക്കുണ്ടാകുന്ന പാളിച്ചകളും ഒക്കെ നമ്മൾ തരണം ചെയ്ത് അവരെ ഒന്നുകൂടി പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണം. ഏതൊക്കെയാണ്? എമ്പതി, പോസിറ്റിവിസം, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ. ഇതെല്ലാം നമുക്കുണ്ടെങ്കിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ കുറച്ചുകൂടെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. തോമസ് ആൽവ എഡിസൺ ആരുടെ കയ്യിൽ നിന്നാണോ ബൾബ് പൊട്ടിയത് അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ച് തന്നെ ബൾബ് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ലീഡർഷിപ്പായിട്ട് നമുക്കും ഓരോരുത്തർക്കും സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. താങ്ക് യു.